ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് c4 കുക്കിംഗ്. ഇന്ന് നമുക്ക് ഓവൻ ഇല്ലാതെ എഗ്ഗും ബട്ടറൊന്നും യൂസ് ചെയ്യാതെ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ സ്പാച്ചുല ഡിസൈനും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ആളെന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 6 ഇഞ്ചിലുള്ള റൗണ്ട് ഷേപ്പുള്ള ഒരു കേക്ക് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ യൂസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളെടുത്ത് അതിന്മേൽ ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കോൺഫ്ലോർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം. ഒരു 2-3 പ്രാവശ്യമൊക്കെ സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബട്ടർ മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് ബട്ടർ മിൽക്കാണ് നമുക്കിതിന് വേണ്ടിയിട്ടുള്ളത്. 1/2 കപ്പ് ചൂടുള്ള പാലിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടാണ് ബട്ടർ മിൽക്ക് റെഡിയാക്കിയിട്ടുള്ളത്. ഇത് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് ബട്ടർ മിൽക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ബട്ടർ മിൽക്കും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും ബട്ടർ മിൽക്കും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടായിട്ടുള്ളൊരു കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ ഉള്ളിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു തട്ടും വെച്ച് കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം ചൂടാക്കിയിട്ടുണ്ടായിരിക്കണം. അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടപ്പടച്ച് കൊടുക്കാം. കുക്കറിൻ്റെ വെയിറ്റ് ഊരി വെച്ചിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ. 30-35 മിനിറ്റ് ആകും ഇത് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോഴേക്കും നമുക്കിതിനേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ട് പിന്നെ സ്പീഡ് കൂട്ടിക്കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല സ്റ്റിഫായിട്ട് തന്നെ ക്രീം ബീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ സ്റ്റിഫായി നല്ല പെർഫെക്റ്റായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. 35 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല ക്ലീനായി വന്നതുകൊണ്ട് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വയർ റാക്കിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കേക്കിന് 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്ത് അതിന് നടുക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് വെള്ളത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഷുഗർ സിറപ്പ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് ആദ്യം ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ക്രീമൊക്കെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്തൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് അതിന് ശേഷം പുറത്തെടുത്തിട്ട് ബാക്കിയുള്ള ക്രീം കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കണം. പാലറ്റ് നൈഫ് സൈഡിലൊന്ന് വെച്ച് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് സൈഡൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ കേക്കിനെ ഒരുവിധം നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാച്ചുല ഡിസൈൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ജെൽ കളറാണ്. ഇനി ഈ കളറ് നൈഫിൻ്റെ അറ്റത്ത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ സൈഡിൽ മെല്ലെ ഒന്ന് വലിച്ച് കൊടുക്കുക. ഈ നൈഫൊന്ന് മെല്ലെ വലിച്ച് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ടേൺ ടേബിൾ ഒന്നും ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കും വേണം. എന്നിട്ട് മെല്ലെ ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ കേക്കിൻ്റെ സൈഡിൽ മുഴുവനായിട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കേക്കിൻ്റെ സൈഡ് മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു ഫ്ലവർ വരച്ച് കൊടുക്കണം. നടുക്കായിട്ട് റോസ് ഫ്ലവറാണ് വരച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാൻ റോസ് ഫ്ലവർ വരക്കുന്ന നോസിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് റെഡ് കളറും വൈറ്റ് കളറും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ബാഗിൽ. എന്നിട്ടൊരു ഫ്ലവർ നെയിൽ വെച്ചിട്ട് അതിൽ റോസ് ഫ്ലവർ വരച്ച് കൊടുക്കുക. ഓരോ ലെയറുകളായിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ വരച്ചെടുക്കുന്നത്. ഫസ്റ്റ് ലെയറിൻ്റെ എൻഡിങ് പൊസിഷൻ്റെ കുറച്ച് പുറത്തുനിന്നായിട്ട് അടുത്ത ലെയർ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഫ്ലവർ വരച്ച് കൊടുത്ത് നമുക്കത് കേക്കിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ഷുഗർ ബോൾസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ
ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതിന് മുൻപ് സ്പാച്ചുല ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കേക്കിൻ്റെ ഫോട്ടോ ആണ് ഇതിൽ കാണുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.